നമുക്കറിയാം, പശ്ചിമേഷ്യ ഇപ്പോൾ സംഘർഷഭരിതമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആദ്യം ആക്രമിക്കുന്നു. അതിന്റെ പ്രത്യാക്രമണം എന്നോളം ഇറാൻ ഇസ്രായേലിനെയും GCC രാജ്യങ്ങളിലെ അമേരിക്കയിലെ സൈനിക താവളങ്ങളെയും തിരിച്ചാക്രമിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുന്നു. പശ്ചിമേഷ്യ ഒന്നടങ്കം വിഴുങ്ങുന്ന അതിഭീകരമായ ഒരു യുദ്ധജ്വാലയിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ കടന്നാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടത് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഇതിന് പ്രത്യാക്രമണം എന്നോളം ഇസ്രായേൽ സൈനിക നഗരങ്ങളെയും ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെച്ച് ഇറാൻ മാരകമായ മിസൈൽ വർഷം നടത്തുന്നത് ഒരു ആഗോള യുദ്ധഭീതി പടർത്തുന്നതാണ്. നയതന്ത്ര ചർച്ചകൾക്ക് പ്രസക്തി ഇല്ലാതാവുകയും വൻ ശക്തികൾ നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ഈ സാഹചര്യം വെറും പശ്ചിമേഷ്യയെ മാത്രമല്ല, ആഗോള സമ്പദ് വ്യവസ്ഥയെയും ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയെയും അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യ എന്നും സംഘർഷഭരിതമായ ഒരു മേഖലയാണെങ്കിലും ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത് ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഭയാനകവുമായ ഒരു യുദ്ധ പരമ്പര തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ഈ മേഖലയിൽ വലിയൊരു പൊട്ടിത്തെറിക്കാണ് വഴിയൊരുക്കിയത്.